أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. اليوم أكملت لكم دينكم وأتممت عليكم نعمتي ورضيت لكم الإسلام دينا فمن اضطر في مخمصة غير متجانف لإثم فإن الله غفور رحيم. ബഹുമാന്യരായ സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ച് യഥാർത്ഥ മുത്തഖിയായി ജീവിക്കണമേ എന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുകയാണ്, ഗുണകാംക്ഷപൂർവ്വം ഉപദേശിക്കുകയാണ്. സ്വർഗം പ്രാപിക്കാനുള്ള ഏറ്റവും നല്ല വഴി മറ്റൊരു മാനദണ്ഡങ്ങളുമല്ല, തഖ്വയാണ് എന്ന് വിശുദ്ധമായ ഖുർആൻ ഊന്നി പറയുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല തഖ്വയിലൂടെ സ്വർഗപ്രവേശനം ലഭ്യമാവുന്ന ദാസികളിൽ അല്ലാഹു നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഹസ്രത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ സ്മരണകളും അവിടുത്തെ മില്ലത്തും ഹജ്ജും അതിൻ്റെ സവിശേഷതകളുമൊക്കെ കഴിഞ്ഞ 4 ഖുതുബകളിലായി നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായ ദിനങ്ങളാണ് ഇപ്പോൾ കഴിഞ്ഞുപോയിക്കൊണ്ടിരിക്കുന്നത്. ദുൽഹജ്ജയുടെ 10 ദിനങ്ങൾ എന്ന് പറയുന്നത് അല്ലാമ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം വിശദീകരിക്കുന്നത് കാണാം. രാവുകളിൽ ഏറ്റവും ശ്രേഷ്ഠകരമായ രാവുകൾ റമളാനിലെ അവസാനത്തെ രാവുകളാണ്. എന്നാൽ പകലുകളിൽ ഏറ്റവും സുപ്രധാനമായ ശ്രേഷ്ഠകരമായ രാവ് ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 പകലുകളാണ് എന്ന് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ധാരാളം കർമ്മങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ വിവരിച്ച നിരവധിയായ കർമ്മങ്ങൾ, ഒരുപാട് ശ്രേഷ്ഠതകളുള്ള, അള്ളാഹുവിൻ്റെ നിരവധി ചിഹ്നങ്ങളുള്ള, വിശുദ്ധ ഖുർആൻ വളരെ സവിശേഷമായി വലയാലിൻ അശ്ർ 10 രാത്രികൾ തന്നെയാണ് സാക്ഷി എന്ന് അല്ലാഹു തആല എടുത്തു പറഞ്ഞ ദുൽഹജ്ജിൻ്റെ 10 ദിനങ്ങൾ നിരവധി പ്രത്യേകതയുള്ളതാണ്. ദുൽഹിജ്ജ മാസത്തിൽ ഹജ്ജുണ്ട്. ഹജ്ജിൻ്റെ തന്നെ നിരവധിയായ സവിശേഷതകൾ ആ മാസത്തിലുണ്ട്. യൗമു തർവിയ, ഹജ്ജ് ആരംഭിക്കുന്ന ദിവസം. യൗമു അറഫ, അറഫ ദിവസം. യൗമുൻ നഹർ, ആളുകൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ അവൻ്റെ താൽപ്പര്യങ്ങൾ അടക്കം അതിൻ്റെ പ്രതീകമായി ബലിയറുക്കേണ്ടുന്ന ദിനം. അയ്യാമു തശ്രീഖ് അഥവാ ബലിപ്പെരുന്നാൾ ദിവസം കഴിഞ്ഞുള്ള 3 ദിവസങ്ങൾ. ഇങ്ങനെ ഓരോ ദിനങ്ങൾക്കും സവിശേഷമായ നാമങ്ങൾ നൽകി വ്യത്യസ്തമായ പേരുകളിൽ പരിചയപ്പെടുത്തപ്പെടുന്ന ദിവസങ്ങളിൽ അങ്ങനെ തന്നെ സവിശേഷമായ ചില ദിക്റുകളും പ്രാർത്ഥനകളും ആരാധനകളും നിർബന്ധമാക്കിക്കൊണ്ട് നിശ്ചയിച്ചുകൊണ്ട് അല്ലാഹു തആല നൽകിയ ആദരിച്ച ദുൽഹജ്ജിലെ 10 ദിനങ്ങൾ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ അതിനെക്കുറിച്ച് പറയുന്നത് മാമിൻ അയ്യാമിൽ അമലി സാലിഹി ഫീഹാ അഹബ്ബു ഇലല്ലാഹ് മിൻ ഹാദിഹിൽ അയ്യാം യഅനി അയ്യാമൽ അശ്ർ. അള്ളാഹുവിന് അമലുകൾ ചെയ്യുന്നതിൽ ഏറ്റവും വിശിഷ്ടമായ ദിവസങ്ങളെ പരിഗണിച്ചാൽ
ഒരു ദാസൻ അമൽ ചെയ്യണമെന്ന് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള ദിനങ്ങൾ അത് ദുൽഹജ്ജിലെ 10 ദിവസങ്ങളാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. വിവിധങ്ങളായ ദിക്റുകൾ പ്രത്യേകമായി ഉച്ചരിക്കൽ അള്ളാഹുവിന് അങ്ങേയറ്റത്തെ ഇഷ്ടകരമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ദുൽഹജ്ജ് 1 മുതൽ 9 വരെയുള്ള ദിവസങ്ങളിൽ വിശ്വാസിയുടെ അധരങ്ങളിൽ നിന്ന് ഉതിർന്നു വീഴേണ്ടുന്ന ദിക്ർ, ഈ പ്രത്യേക ദിക്റിന് വലിയ സ്ഥാനമുണ്ട് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറഫാ ദിനത്തെക്കുറിച്ച് പറഞ്ഞത്, മാമിൻ യൗമിൻ അക്സറു മിൻ അൻ യഅ്തിഖല്ലാഹു ഫീഹി അബ്ദൻ മിനൻ നാരി മിൻ യൗമി അറഫ. അറഫ ദിവസത്തേക്കാൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ നിന്ന് ആളുകളെ മോചിപ്പിക്കുന്ന, ഇത്രയധികം ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന ഒരു ദിവസവും അറഫ ദിവസം പോലെ ഇല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ചില സലഫുകളായ പണ്ഡിതന്മാർ അറഫ ദിവസത്തിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് പറഞ്ഞെടുത്ത് അവർ വിശദീകരിച്ചത് കാണാം. അഷ്ഖന്നാസി യൗമ അറഫ, അറഫ ദിനത്തിലെ ഏറ്റവും ഭാഗ്യം കെട്ടവരായ മനുഷ്യർ, മൻ വന്ന അന്നല്ലാഹ ലം യഗ്ഫിർ ലഹു, ചോദിച്ചിട്ട് ഒരു കാര്യവുമില്ല, അത്രയധികം പാപങ്ങളുടെ കെട്ടുകൾ എൻ്റെ തലയിലുണ്ട് എന്നോർത്തിട്ട് പടച്ചവനോട് അർത്ഥിക്കാത്ത മനുഷ്യനാണ് അഷ്ഖന്നാസ്, ജനങ്ങളിൽ ഏറ്റവും വലിയ ദൗർഭാഗ്യവാൻ എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ അറഫ ദിനത്തിൻ്റെ ശ്രേഷ്ഠതയുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. അപ്പോൾ ചോദിക്കുകയും ചോദിക്കുന്നതിനനുസരിച്ച് നൽകപ്പെടുകയും ചെയ്യുന്ന വിശിഷ്ടമായ ദിവസമാണ് യഥാർത്ഥത്തിൽ അറഫ ദിവസം. വഖൈറു ദുആഇ ദുആഉ യൗമി അറഫ, പ്രാർത്ഥനകളിൽ ഏറ്റവും വിശിഷ്ടമായ പ്രാർത്ഥന തന്നെ അത് അറഫ ദിവസം ഒരാൾ നിർവഹിക്കുന്ന പ്രാർത്ഥനയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. എന്ന് മാത്രമല്ല, പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വെച്ചത് അൽ ഹജ്ജു അറഫ, ഹജ്ജ് എന്ന പരിശുദ്ധമായ പുണ്യകരമായ കർമ്മത്തിൻ്റെ ഏറ്റവും വിശിഷ്ടമായ അമല് എന്ന് പറയുന്നത് ഹജ്ജ് എന്നാൽ അത് അറഫ തന്നെയാണ് എന്ന് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. ഹജ്ജിൻ്റെ ഏതേത് കർമ്മങ്ങളും ഒരാൾക്ക് നിർവഹിക്കാൻ പറ്റുന്നില്ല എങ്കിൽ അയാൾക്കതിന് പ്രായശ്ചിത്തമുണ്ട്. തവാഫ് നിർവഹിക്കാൻ പറ്റാത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് കഫാറത്ത് നൽകിയാൽ ആ അമല് ചെയ്യാൻ പറ്റാത്തതിൻ്റെ പ്രതിസന്ധി അയാൾക്ക് മറികടക്കാൻ കഴിയും. സഅയ് നിർവഹിക്കാൻ ആരോഗ്യപരമായി ബുദ്ധിമുട്ടുള്ള ഒരാൾക്ക് കഫാറത്ത് നൽകിയാൽ, പ്രായശ്ചിത്തം നൽകിയാൽ ഒരുപക്ഷെ ആ പ്രതിസന്ധി, അത് ചെയ്യാതിരുന്നതിൻ്റെ പ്രയാസത്തെ അയാൾക്ക് മറികടക്കാൻ കഴിയും. എന്നാൽ അറഫയിൽ ഒരാൾക്ക് നിൽക്കാൻ സാധിച്ചില്ല എങ്കിൽ അയാൾക്ക് കഫാറത്തില്ല എന്ന് മാത്രമല്ല, അയാൾ അടുത്ത വർഷം ഇനി ഒന്ന് കൂടി ഹജ്ജ് നിർവഹിക്കുന്നതിന് വേണ്ടി വന്നാൽ മതി എന്നതാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതിനുള്ള പരിഹാരം എന്ന് പറയുന്നത്. അത്രമേൽ ശ്രേഷ്ഠകരമായ ദിനമാണ് അറഫ എന്ന് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഈ ഭൂമിയിൽ പിശാച് അള്ളാഹുവിൻ്റെ അടിമകളായ അവൻ്റെ സൂക്ഷ്മാലുക്കളായ ദാസന്മാരെക്കുറിച്ച് ഏറെ നിരാശരാകുന്ന ദിനമാണ് യൗമ അറഫ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. ഇത്രമേൽ പിശാച് നിന്ദിക്കപ്പെടുന്ന ഒരു ദിവസം അറഫ പോലെ കാണപ്പെടുകയേയില്ല എന്ന് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന് വിശദീകരിക്കുന്നുണ്ട്. കാരണം ചോദിച്ചതെല്ലാം ലഭിക്കപ്പെടുന്ന, മഗ്ഫിറത്തുകൾ ഇത്രയധികം അല്ലാഹു തആല സ്വീകരിക്കപ്പെടുന്ന, വാരി വിതറുന്ന ഭൂമിയിലെ ഒരേ ഒരു ദിവസം എന്ന് പറയുന്നത് അത് അറഫ ദിവസമാണ്. എന്നാണ് ആ നോമ്പനുഷ്ഠിക്കേണ്ടുന്നത് എന്ന കാര്യത്തിൽ ആളുകൾ വിശിഷ്ടമായ ഒരു അറഫ ദിവസത്തെ കിട്ടിയിട്ട് ഇബ്ലീസ് പോലും നാണം കെട്ടു നിൽക്കുന്ന ഒരു പവിത്രമായ ഒരു ദിനത്തെ നമ്മുടെ മുമ്പിൽ കിട്ടിയിട്ട് ഏത് ദിവസമാണ് നോമ്പെടുക്കേണ്ടത് എന്ന പുതിയൊരു തർക്കിക്കാനൊരു വിഷയം ഇന്ന് മുസ്ലിം സമൂഹത്തിൻ്റെ കയ്യിൽ കിട്ടിയിരിക്കുകയാണ്. നബിദിനത്തിൻ്റെ വിഷയത്തിൽ കുറേ നാളുകൾ തർക്കിച്ചു. തറാവീഹിൻ്റെ റക്അത്തുകളുടെ വിഷയത്തിൽ ഈ ഉമ്മത്ത് തർക്കിച്ചു. നമസ്കാരത്തിൽ അത്തഹിയ്യാത്തിൽ ഇരിക്കുമ്പോൾ കൈ ഉയർത്തണോ താഴ്ത്തണോ എന്ന വിഷയത്തിൽ ഈ ഉമ്മത്തിൻ്റെ തർക്കം ഇപ്പോഴും പരിഹരിക്കപ്പെട്ടിട്ടില്ല. ഉമ്മത്തിന് പിശാച് നാണം കെട്ട് ഇത്രയധികം നെറികെട്ടവനായി നിൽക്കപ്പെടുന്ന ഈ ഭൂമിയിലെ ഒരേ ഒരു ദിവസമുണ്ടെങ്കിൽ അത് അറഫ ദിവസമാണ് എന്നും
ആ അറഫ ദിവസത്തിൻ്റെ നോമ്പ് തർക്കിക്കാനുള്ളതാണ് എന്നും ഉമ്മത്ത് പഠിപ്പിക്കപ്പെട്ടത് വല്ലാത്തൊരു വിരോധാഭാസമായി മാറിയിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടുന്നത് അറഫ ദിവസത്തിന് വലിയ പ്രത്യേകതയുണ്ട്. വലിയ പ്രത്യേകതയുണ്ട് എന്ന് മാത്രമല്ല, അറഫ ദിവസത്തെ നോമ്പ് അത് അഭിപ്രായ വ്യത്യാസത്തിന് പഴുതുള്ള നോമ്പ് കൂടിയാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സിയാമി യൗമി അറഫ, അറഫ ദിവസത്തെ നോമ്പാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദീസിൽ പറഞ്ഞത്. അതുകൊണ്ട് ഹാജിമാർ അറഫയിൽ നിൽക്കുന്ന ദിവസം മാത്രമേ ഞാൻ നോമ്പനുഷ്ഠിക്കൂ എന്ന് ഷാഢ്യം പിടിച്ച ഒരാളെ ആക്ഷേപിക്കാൻ ദീനിൽ വകുപ്പില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ഹദീസ് സിയാമി യൗമി അറഫ, അറഫ ദിവസത്തെ നോമ്പ്, ഹാജിമാർ അറഫയിൽ നിൽക്കുന്ന ദിവസത്തെ നോമ്പ് എന്ന അർത്ഥത്തിൽ അദ്ദേഹത്തിന് നോമ്പടിക്കുവാനുള്ള ആശ്വാസമുണ്ട്. കാരണം ഹദീസിലെ പ്രയോഗം അങ്ങനെയാണ് എന്ന് പറഞ്ഞ് ഹാജിമാർ അറഫയിൽ നിൽക്കാത്ത ഒരു ദിവസം, നാട്ടിൽ ദുൽഹജ്ജ് 9 ആയിരിക്കെ ദുൽഹജ്ജ് 9 നോമ്പനുഷ്ഠിക്കുന്ന ആളെയും ആക്ഷേപിക്കാൻ മറുപക്ഷത്തുള്ള ആൾക്ക് ഒരു സാധ്യതയുമില്ല, അവർക്ക് സാധൂകരിക്കാൻ കഴിയുന്ന ന്യായമില്ല എന്നുകൂടി ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് നോമ്പനുഷ്ഠിച്ചതിനെക്കുറിച്ച് ഹദീസിൽ കാണാം, യസൂമു തിസ്അ ദിൽഹിജ്ജ, ദിൽഹിജ്ജ 9 റസൂൽ നോമ്പനുഷ്ഠിച്ചത് എന്ന ആ ഹദീസിൻ്റെ ന്യായം വെച്ചുകൊണ്ട് അറഫയിൽ ഹാജ് നിൽക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് പരിഗണിക്കാതെ നമുക്ക് ആ നോമ്പനുഷ്ഠിക്കാവുന്നതാണ്. നമുക്ക് മുമ്പ് ഒരു കൊറോണക്കാലം കഴിഞ്ഞിരുന്നു. ആ കൊറോണക്കാലത്ത് ഹജ്ജ് പോലുമില്ലാത്ത ഒരു കാലത്ത് നമ്മൾ അറഫയുടെ ദിവസത്തിൽ യൗമ അറഫയിൽ നോമ്പനുഷ്ഠിച്ചവരാണ് നമ്മൾ. ഒരുപക്ഷെ മുസ്ലിം ഉമ്മത്തിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത്രയധികം വെറുത്ത, അവിടുന്ന് ഉണ്ടാവരുതേ എന്ന് പലതവണ അവിടുന്നിൻ്റെ ധർമ്മസങ്കടം പോലെ പലവരും ആവർത്തിച്ച ഒന്നാണ് മുസ്ലിം ഉമ്മത്തിനിടയിലെ ഭിന്നിപ്പോളം വലുത് മറ്റൊരു ഫിത്നയെ ഈ ഉമ്മത്തിന് വരാനില്ല എന്ന് മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, അറഫ ദിവസം, അറഫയിൽ ഹാജിമാർ നിൽക്കുന്ന ദിവസം യൂറോപ്പിലും അമേരിക്കയിലുമുള്ള ഒരു സഹോദരൻ നോമ്പനുഷ്ഠിക്കുകയാണ് എങ്കിൽ ഒരുപക്ഷെ അദ്ദേഹത്തിന് അറഫയിലെ ഹാജിമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അയാൾക്ക് നോമ്പെടുക്കാൻ കഴിയുക അറഫ ദിവസം പകലായിരിക്കില്ല, ഒരുപക്ഷെ അദ്ദേഹത്തിന് രാത്രിയായിരിക്കും അറഫയിൽ ഹാജിമാർ സമ്മേളിക്കുക. അതുകൊണ്ട് മുസ്ലിം ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം ആരാധനാനുഷ്ഠാനങ്ങളുടെ പേരിൽ, ആരാധനാമുറകളുടെ പേരിൽ ഒരു ഭിന്നിപ്പും മുസ്ലിം ഉമ്മത്തിൽ അവശേഷിപ്പിക്കാൻ പാടില്ല എന്നുള്ളത് മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് നമുക്ക് നിശ്ചയിച്ചു തന്ന കാര്യമാണ്. ഇന്ന് വാട്സപ്പുകൾ, സാമൂഹ്യ മാധ്യമങ്ങൾ, അതിനുവേണ്ടി മുഖാമുഖങ്ങൾ, കാലഘടനയും അത് ഏതിൻ്റെ മസ്ലഹത്തിനാണെങ്കിൽ പോലും ഒരു വീട്ടിൽ 10 പേര് ഒരു ദിവസം പെരുന്നാൾ അനുഷ്ഠിക്കുന്നു. 11ാമത്തെ ആൾ എല്ലാവരും പെരുന്നാൾ അനുഷ്ഠിക്കുന്നതിന് തലേന്ന് പെരുന്നാൾ ആഘോഷിക്കുന്നു. ഇതെന്തൊരു വൈരുദ്ധ്യമാണ്! ഈ ഭിന്നിപ്പ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതെന്ത് മസ്ലഹത്തിൻ്റെ പേരിലാണെങ്കിലും അതെന്ത് കാലഗണനയുടെ പേരിലാണെങ്കിലും ഇത്തരത്തിലുള്ള ഒരു ഭിന്നിപ്പും അനൈക്യവും മുസ്ലിം സമൂഹത്തിൽ ഉണ്ടാവാൻ പാടില്ല എന്ന ഏറ്റവും വലിയ സന്ദേശം തന്നെയാണ് അറഫയുടെ പൊരുൾ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അനുഷ്ഠാനങ്ങളുടെ പേരിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഹദീസ് കാണാൻ കഴിയും. നിങ്ങളുടെ നാട്ടിലെ ആളുകൾ നോമ്പനുഷ്ഠിക്കുന്ന ദിവസം നിങ്ങൾ നോമ്പനുഷ്ഠിക്കൂ, നിങ്ങളുടെ നാട്ടിലെ ആളുകൾ പെരുന്നാൾ അനുഷ്ഠിക്കുന്ന ദിവസം നിങ്ങൾ പെരുന്നാൾ ആഘോഷിക്കൂ എന്ന് നേർക്ക് നേരെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും. കലണ്ടർ പ്രകാരവും കാലഗണന പ്രകാരവും ഒരു ദിവസം നേരത്തെ ആണെങ്കിൽ ജനങ്ങളുടെ യോജിപ്പും ജനങ്ങളുടെ ഐക്യത്തിനും നിങ്ങൾ പ്രാധാന്യം നൽകുക എന്നതാണ് ഏറ്റവും സുപ്രധാനമായ കാര്യമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് വിശദീകരിക്കാൻ. അതുകൊണ്ടാണല്ലോ കഅബ എന്ന് പറയുന്ന, ഒരുപക്ഷെ അത് നോക്കിയാൽ പോലും വിശ്വാസികളുടെ മനം കുളിർക്കുന്ന ഒരു പരിശുദ്ധ കഅബാലയം, ആ കഅബാലയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഹിജ്ർ ഇസ്മായിൽ എന്ന് പറയുന്നത്. ഹജ്ജിന് പോകുന്ന ആളുകൾക്ക് കാണാൻ കഴിയും, അവിടെ ഒരു അരച്ചുമര് കെട്ടി അതിനെ മാറ്റിവെച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ കഅബയുടെ ഉള്ളിലുള്ള സ്ഥലം ആയിരിക്കണമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്രയോ തവണ കൊതിച്ചിട്ടുള്ള സ്ഥലമാണ് ഹിജ്ർ ഇസ്മായിൽ എന്ന് പറയുന്നത്. പണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് കഅബ പുനർനിർമ്മിച്ച സമയത്ത് ആ സ്ഥലം കഅബയുടെ ഉള്ളിൽപ്പെടുത്താൻ റസൂൽ ആഗ്രഹിച്ചിരുന്നു. അത് ഒഴിവാക്കിയിടാനുള്ള കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് തൻ്റെ പ്രിയപ്പെട്ട പത്നി ആയിഷയോടാണ്. ആയിഷ
ജനങ്ങൾ, നിന്റെ സമുദായം, നിന്റെ ഉമ്മത്ത് അതിന് പര്യാപ്തമായിട്ടില്ല. എനിക്ക് കൊതിയുണ്ട് കഅബാലയത്തിൻ്റെ ഉള്ളിൽ ഹിജ്റ ഇസ്മായിൽ കൊണ്ടുവരാൻ. പക്ഷേ ഹിജ്റ ഇസ്മായിൽ അവിടെ തന്നെ നിൽക്കട്ടെ എന്നത് പൊതുസമൂഹത്തിൻ്റെ താല്പര്യമായതുകൊണ്ട് ഞാനതിനെ മാനിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അത് ഉൾക്കൊള്ളാനുള്ള മാനസികാവസ്ഥ അവരിൽ പാകപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ആയിഷ, നിൻ്റെ ഉമ്മത്ത് അതിന് പര്യാപ്തമായിട്ടില്ല, അതുകൊണ്ട് അതവിടെ തന്നെ നിൽക്കട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളൊരു നിലപാടെടുക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് ഒരു കാര്യം, അത് ദീനിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സുപ്രധാനമായ ഒരു ഘടകം, അത് നടപ്പിലാക്കാൻ പ്രവാചകന് ആഗ്രഹമുണ്ടായിരിക്കെ തന്നെ മുസ്ലിം സമൂഹം അത് പാകപ്പെട്ടിട്ടില്ല എങ്കിൽ ആ സമൂഹത്തിനനുസരിച്ച് വിധി നടപ്പിലാക്കിയതിൻ്റെ എത്രയോ ഉദാഹരണങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ പൊതുസമൂഹം നോമ്പും പെരുന്നാളും ആഘോഷിക്കുകയും നോമ്പ് അനുഷ്ഠിക്കുകയും ചെയ്യുന്ന സന്ദർഭത്തിൽ ഭിന്നിപ്പുണ്ടാകുക എന്ന് പറയുന്നത് അറഫയിൽ നാണം കെട്ട് നിൽക്കുന്ന പിശാചിനെ പ്രചോദിപ്പിക്കാനേ അത് വകയുണ്ടാക്കുകയുള്ളൂ എന്ന തിരിച്ചറിവിലേക്ക് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഉമ്മത്ത് മുസ്ലിമ എത്തിച്ചേരേണ്ടതുണ്ട് എന്നതാണ് ഞാൻ പറഞ്ഞത്. യൗമ അറഫ അഭിപ്രായ വ്യത്യാസത്തിന് പഴുതുള്ളതാണ്. അറഫയിൽ നിൽക്കുന്ന ആളുകൾ നോമ്പനുഷ്ഠിക്കട്ടെ, ആ സമയത്ത് നോമ്പനുഷ്ഠിക്കുന്ന ആളുകൾ നോമ്പനുഷ്ഠിക്കട്ടെ. എനിക്ക് ദുൽഹജ്ജ് 9 ഇന്നാണ് എന്നതുകൊണ്ട് ഞാനും ഇന്ന് നോമ്പനുഷ്ഠിക്കും എന്നൊരാൾ തീരുമാനിച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെളി വാരി എറിയേണ്ട ഒരു പ്രശ്നമല്ല അത് എന്ന തിരിച്ചറിവ് നമ്മൾക്കുണ്ടാവണം. ചരിത്രത്തിൽ ഏറ്റവും വലിയ ഊർജം ലോകത്തിന് പകർന്ന ഒരു ദിനമാണ് യഥാർത്ഥത്തിൽ യൗമ അറഫ എന്ന് പറയുന്നത്. അറഫയെ നമ്മൾ അഭിപ്രായ ഭിന്നതയുടെ പേരിലല്ല ചരിത്രം സ്മരിക്കുന്നത്. നമ്മൾ ഓർക്കേണ്ടതും നമ്മൾ സ്മരിക്കേണ്ടതും അറഫാ ദിനം മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലെ അതിനിർണായകമായിട്ടുള്ള, ചരിത്രത്തിൽ മുസ്ലിം ഉമ്മത്തിന് അഭിമാനത്തിന് വകയുണ്ടാക്കുന്ന വലിയ ചരിത്ര പ്രഖ്യാപനം നിറഞ്ഞ ദിനമായിരുന്നു അറഫാ ദിനം എന്നതുകൊണ്ട് മാത്രമാണ് നമ്മൾ തീർച്ചയായിട്ടും അതിനെ സ്മരിക്കേണ്ടതും ഓർമ്മിക്കേണ്ടുന്നതും. ലോകത്തെ ആധുനിക രാജ്യങ്ങൾ, ആധുനിക ഭരണഘടനകൾ അത് നിലവിൽ വന്നതിന് ശേഷം ലോകം ചർച്ച ചെയ്ത ഒരു നീതിക്രമമുണ്ട്. സാമൂഹിക നീതി, നമ്മൾ സാധാരണ പറയുന്ന സോഷ്യൽ ജസ്റ്റിസ്, നമ്മൾ സാധാരണ പറയാറുള്ള ലിംഗനീതി, ജെൻഡർ ജസ്റ്റിസ്, അതേപോലെ തന്നെ ഇക്വാലിറ്റി എന്ന് ആധുനിക സമൂഹം പറയാൻ ഈ അടുത്ത് പഠിച്ച സമത്വം എന്ന വാക്ക്, അതേപോലെ തന്നെ ഫ്രട്ടേണിറ്റി എന്ന് ഈ അടുത്ത കാലത്ത് സമുദായം പറയാൻ പഠിച്ച സാഹോദര്യം എന്ന വാക്ക്, ഇവയുടെയൊക്കെയും അതിൻ്റെ ആവിർഭാവം എവിടെ എന്ന് ചോദിച്ചാൽ ആധുനിക സമൂഹത്തിനത് പരിചയമുള്ളത് അടുത്തിടെ നടന്ന വിപ്ലവ സന്ദർഭങ്ങളിൽ, അതേപോലെ തന്നെ ഫ്രഞ്ച് ഇവല്യൂഷനുകളിലൊക്കെ നിന്ന് ആളുകൾ പഠിച്ച ഇത്തരത്തിലുള്ള വാക്കുകൾ, ഇത്തരത്തിലുള്ള സമവാക്യങ്ങൾ, ഇതിനെയൊക്കെയും മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിമനോഹരമായി കോർത്തിണക്കി സംഘർഷമില്ലാത്ത നിർഭയത്വത്തിൻ്റെ ഒരു ലോകമാണ് ഞാൻ 23 വർഷം കൊണ്ട് പണിത്തുയർത്തിയതും അതിൻ്റെ സാക്ഷ്യത്തിനാണ് നിങ്ങളിവിടെ ഒരുമിച്ച് കൂടിയത് എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറഫാ ദിനം പ്രഖ്യാപിച്ച, അറഫാ ദിനത്തിൻ്റെ അന്ന് പ്രഖ്യാപിച്ച മനുഷ്യാവകാശ പ്രസംഗമടക്കമുള്ള നവലോകത്തിൻ്റെ നീതിക്രമമടക്കമുള്ള സമവാക്യങ്ങൾ കോർത്തിണക്കിക്കൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് ഉമ്മത്തിനെ പ്രചോദിപ്പിച്ച ദിനത്തിൻ്റെ പേരാണ് അറഫ എന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. ഇന്നിൻ്റെ കാലത്ത് നമ്മളൊന്ന് കണ്ണോടിച്ചു നോക്കൂ. ആധുനിക സമൂഹത്തിന് ഏറ്റവും അനിവാര്യമായ ഒരു രാഷ്ട്രീയ വ്യവസ്ഥയുടെ പ്രഖ്യാപനം കൂടിയായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ന് അറഫാ ദിനത്തിൽ ഹജ്ജത്തുൽ വദാഇൽ അവിടുന്ന് പ്രഖ്യാപിച്ചത്. റസൂല് ഒരു വലിയ നവലോക നീതിക്രമത്തെ നടപ്പിലാക്കിയതിനു ശേഷം അവിടുന്ന് ഓതിവെച്ച ഒരു ആയത്തുണ്ട്. അറഫയിലെ 1.5 ലക്ഷത്തോളം സഹാബാക്കൾ ഏറ്റുപറഞ്ഞ ഒരു ആയത്ത്. വിശുദ്ധ ഖുർആൻ പരിശോധിച്ചാൽ ഇന്നും ആ ആയത്ത് നമുക്ക് കാണാൻ കഴിയും. ഞാൻ ഖുത്ബയുടെ പ്രാരംഭത്തിൽ ഓതിയ ആയത്ത്, അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വ അത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ഇന്നേ ദിവസം വിശുദ്ധ ഖുർആൻ്റെ ഈ ആയത്തിൻ്റെ അവതരണം അതിനിർണായകമായ ഒരു അവതരണമായിരുന്നുവെന്ന് നമുക്ക് കാണാൻ കഴിയും. ഇത് നിങ്ങളുടെ ഈ വ്യവസ്ഥ ഞാൻ നിങ്ങൾക്ക് പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു എന്നാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞത്. നമ്മളൊക്കെ മതത്തിൻ്റെ ചിട്ടവട്ടങ്ങൾ പഠിക്കുമ്പോൾ നമസ്കാരത്തെക്കുറിച്ചും നോമ്പിനെക്കുറിച്ചും ദിക്റിനെക്കുറിച്ചുമൊക്കെ പറയുമ്പോഴാണ് നമ്മൾ ഇവിടെ ഇസ്ലാം മതം പൂർണ്ണമായി എന്ന് നമ്മൾ പറയുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്തോതിയതിനു ശേഷം റസൂല് അടുക്കടുക്കായി പറഞ്ഞ ചില വചനങ്ങളുണ്ട്, ചില വർത്തമാനങ്ങളുണ്ട്. ഒരുപക്ഷെ അതിലെ ഓരോ വിഷയങ്ങളും എടുത്ത് പരിശോധിച്ചാൽ ഒരു ദിവസം കൊണ്ടല്ല, ഒരു വർഷം കൊണ്ടുപോലും പറഞ്ഞു തീരാൻ കഴിയാത്ത അർത്ഥവ്യാപ്തിയും
ആശയവിന്യാസവുമുള്ള വലിയ വാക്കുകൾ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പ്രഭാഷണത്തിലൂടെ അവിടുന്ന് പറഞ്ഞു വയ്ക്കുന്നുണ്ട്. തൻ്റെ മുമ്പിലിരിക്കുന്ന ലക്ഷക്കണക്കിന് മനുഷ്യരുടെ മുമ്പിലിരുന്നു കൊണ്ട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്നേ വരെ ജസീറത്തുൽ അറബിന് പരിചയമില്ലാത്ത വലിയ ജനസഞ്ചയത്തെ സാക്ഷി നിർത്തിക്കൊണ്ട് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിച്ചത് ആ വലിയ ചരിത്ര പ്രഖ്യാപനം കൂടിയായിരുന്നു. ഒരുപാട് ആളുകളെ ഒരുമിച്ച് അഭിസംബോധന ചെയ്യാനുള്ള ഒരു കാലഘട്ടത്തിന് വേണ്ടി റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാത്തിരുന്ന് കിട്ടിയതാണ് ഹജ്ജത്തുൽ വദാഇലെ 1.5 ലക്ഷം കണക്കിന് സഹാബാക്കളുടെ കൂട്ടമെന്ന് ചരിത്രകാരന്മാർ അതിനെ നിരീക്ഷിക്കുന്നുണ്ട്. കാരണം 90,000 ആളുകളാണ് മദീനയിൽ നിന്ന് പ്രവാചകൻ്റെ കൂടെ അന്ന് ഹജ്ജിന് പുറപ്പെട്ടു വന്നത്. എല്ലാ ആളുകളും ദുൽഖഅദ് 26 ആയപ്പോഴേക്കും വ്യത്യസ്ത ഗോത്രങ്ങളിൽ നിന്നും വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്നുമുള്ള ആളുകൾ മദീനയിൽ വന്ന് തമ്പടിക്കുകയും പ്രവാചകൻ്റെ സംഘത്തെ അനുഭവിക്കുകയും ചെയ്തു. അത് 90,000-ഓളം ആളുകളുണ്ടായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം. അതേപോലെ തന്നെ മക്കയിലേക്ക് നേരിട്ട് വന്ന ആളുകൾ 30,000-ത്തിലധികം ആളുകളും അതിലപ്പുറവും ഉണ്ടായിരുന്നു. ഏകദേശം 1,25,000-ഓളം ആളുകളെ സാക്ഷി നിർത്തിക്കൊണ്ട് ഒരു ദീനിൻ്റെ പൂർത്തീകരണം പറയുമ്പോൾ നമസ്കാരത്തെക്കുറിച്ചും ദിക്റിനെക്കുറിച്ചും അനുഷ്ഠാനമുറകളെക്കുറിച്ചുമായിരുന്നില്ല. പ്രവാചകൻ്റെ ദീനീ പൂർത്തീകരണത്തിൻ്റെ വേളയായിരുന്ന അറഫ ദിനത്തിൽ അവിടുന്ന് പ്രഖ്യാപിച്ചത് എന്ന് കാണാൻ കഴിയും. ഒരു ജനസഞ്ചയത്തെ സാക്ഷി നിർത്തിക്കൊണ്ട് റസൂല് പറഞ്ഞത് 23 കൊല്ലം നിങ്ങൾക്കിടയിൽ നിങ്ങളുടെ അടക്കത്തിലും നിങ്ങളുടെ അനക്കത്തിലും നിങ്ങളുടെ ഊണിലും ഉറക്കത്തിലും നിങ്ങളുടെ കച്ചവടത്തിലും നിങ്ങളുടെ ജീവിതത്തിൻ്റെ സമഗ്രമായ മേഖലകളിലും ഇടപെട്ടുകൊണ്ട് ഞാൻ ജീവിച്ചു. ഞാൻ നിങ്ങൾക്ക് സന്ദേശം എത്തിച്ചു തന്നില്ലയോ? അലാഹൽ ബല്ലഗ്തു, ഞാൻ നിങ്ങൾക്ക് ഈ ദീനിൻ്റെ സത്യസന്ദേശം എൻ്റെ ജീവിതം മുഖേന സാക്ഷി നിർത്തിക്കൊണ്ട് ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തന്നില്ലയോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുന്നുണ്ട്. സഹാബാക്കൾ ഒരർത്ഥശങ്കയ്ക്കും ഇടയില്ലാതെ അവർക്കറിയാം, ഒരു 1.5 ലക്ഷക്കണക്കിന് ആളുകളെ മുമ്പിൽ കിട്ടിയപ്പോൾ ഘോരപ്രഭാഷണം നടത്താൻ വേണ്ടി മാത്രം വന്ന ആളല്ല റസൂൽ. 23 വർഷം പണിയെടുത്തിട്ട് ജീവിതം കൊണ്ട് ആ ദർശനത്തെ സാക്ഷിയാക്കിയിട്ട് ഒരു സമൂഹത്തിൻ്റെ മുമ്പിൽ വന്ന് ചോദിക്കാനുള്ള ധൈര്യമായിരുന്നു അറഫാ ദിനത്തിലെ പ്രവാചകൻ്റെ ഏറ്റവും വലിയ പ്രഭാഷണത്തിൻ്റെ പ്രമേയം എന്ന് പറയുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അലാഹൽ ബല്ലഗ്തു, ഞാൻ എത്തിച്ചു തന്നില്ലയോ? അർത്ഥശങ്കക്കിടയില്ലാതെ ഒരു സംശയലേശമെന്നെ സഹാബാക്കൾ ഒന്നടങ്കം അവിടെ മുഴക്കി പറഞ്ഞ വാക്ക് ബല ഖദ് ബല്ലഗ്ത യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലെ താങ്കൾ ഞങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നിരിക്കുന്നു. ഒരാൾക്കൂട്ടത്തിൽ വലിയ പ്രഭാഷകനായി പ്രത്യക്ഷപ്പെട്ടിരുന്നില്ല റസൂൽ. 23 കൊല്ലം കൊണ്ട് ജീവിതത്തെ അടയാളപ്പെടുത്തിയതിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ലക്ഷക്കണക്കിന് വലിയ ജനസഞ്ചയത്തെ സാക്ഷി നിർത്തിക്കൊണ്ട് ആകാശത്തേക്ക് കൈ ഉയർത്തി റസൂൽ പറഞ്ഞത്, ജഗന്നിയന്താവായ അല്ലാഹുവേ നീ സാക്ഷിയാണ്. അല്ലാഹുമ്മ അഷ്ഹദ് ഖദ് ബല്ലഗ്തു, ഞാൻ എൻ്റെ ദൗത്യം നിർവഹിച്ചിരിക്കുന്നു. അല്ലാഹുവേ നീ ഇതിന് സാക്ഷിയാണ്. നീ മാത്രമല്ല, ഈ ജനസഞ്ചയം മുഴുവൻ സാക്ഷിയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പ്രഖ്യാപിക്കുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങൾ നമുക്ക് കാണാൻ കഴിയും. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സന്ദർഭത്തിൽ കുറേയധികം നിർദ്ദേശങ്ങൾ അവിടുന്ന് പറയുന്നുണ്ട്. അല്ലാഹുവേ, ഇത് നിന്നെ സാക്ഷി നിർത്തി ഞാൻ പ്രഖ്യാപിക്കുന്ന ഈ സന്ദേശത്തെ ഏറ്റെടുക്കാൻ ഈ മുമ്പിൽ നിൽക്കുന്ന ഈ ലക്ഷക്കണക്കിന് മനുഷ്യർ സന്നദ്ധരാണ്. അലാ ഫൽയുബല്ലിഗുൽ അശ്ശാഹിദുൽ ഗായിബ്, ഇവിടെ സാക്ഷിയുള്ള മനുഷ്യർ ഇവിടെ വരാത്തവർക്ക് ഈ സന്ദേശം എത്തിച്ചു കൊടുക്കട്ടെ എന്നുകൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ അള്ളാഹുവിനെ ഏകനായി അംഗീകരിക്കണം, നിങ്ങൾ അവൻ്റെ പ്രവാചകനിൽ വിശ്വസിക്കണം, പരലോകത്തെക്കുറിച്ചുള്ള ബോധ്യം നിങ്ങൾക്ക് കൃത്യമായി ഉണ്ടാവണം. അതേസമയം റസൂലിലും പരലോകത്തെക്കുറിച്ചുമുള്ള വിശ്വാസത്തിൽ മാത്രം പരിമിതമല്ല ദീൻ. അതിനനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ചലനങ്ങളും മാറ്റങ്ങളും ഉണ്ടാവണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. പ്രവാചകൻ അന്നാസിനുള്ള പ്രവാചകനായിരുന്നു. നമ്മുടെ റബ്ബുന്നാസാണ്, ഇലാഹുന്നാസാണ്. വിശുദ്ധമായ ഖുർആൻ ഹുദല്ലിന്നാസാണ്. അതുകൊണ്ട് ഒരു മനുഷ്യ സമൂഹത്തെ അഭിസംബോധന ചെയ്തുകൊണ്ടായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രഖ്യാപനം. യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ വജഅൽനാകും ശുഊബൻ വഖബായില ലിതആറഫു. അല്ലയോ മനുഷ്യരെ, നിങ്ങളെ നാം സൃഷ്ടിച്ചിരിക്കുന്നത് ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ്. നിങ്ങളെ വ്യത്യസ്ത ഗോത്രങ്ങളും നിങ്ങളെ വ്യത്യസ്ത സമുദായങ്ങളുമാക്കി മാറ്റിയത് ലിതആറഫു, പാരസ്പര്യത്തോടുകൂടി അറിഞ്ഞ് പെരുമാറുന്നതിനു വേണ്ടിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സാമ്പത്തിക ചൂഷണത്തിനെതിരെ ആ അറഫാ ദിനത്തിലെ പ്രഭാഷണത്തിൽ അവിടുന്ന് ചോദ്യം ചെയ്യുന്നുണ്ട്. സാമ്പത്തികമായ ചൂഷണത്തിനെതിരെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ സംസാരിക്കുകയാണ്. പലിശയുടെ എല്ലാ ഇടപാടുകളും ഞാൻ നിഷിദ്ധമാക്കിയിരിക്കുന്നു എന്ന് മാത്രമല്ല,
എൻ്റെ പിതൃവ്യപുത്രൻ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് ലഭിക്കാനുള്ള പലിശയാണ് ഞാൻ എൻ്റെ കുടുംബത്തിൽ നിന്ന് ആദ്യം റദ്ദാക്കുന്നത് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് സാമ്പത്തിക ചൂഷണത്തിനെതിരെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറഫയിൽ നിന്ന് കൈചൂണ്ടിയതിൻ്റെ ഓർമ്മയാണ്, ഭിന്നിപ്പിൻ്റെ ഓർമ്മയല്ല അറഫാ ദിനത്തിൽ നമ്മുടെ മനസ്സിൽ അങ്കുരിക്കേണ്ടത് എന്നതാണ് പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഓർമ്മപ്പെടുത്തിയത്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാമ്പത്തികമായ എല്ലാ ചൂഷണത്തിനെതിരെയും അവിടുന്ന് വിരൽ ചൂണ്ടിയതിനു ശേഷം അവിടുന്ന് പറഞ്ഞത്, ഒരു മുസ്ലിമിൻ്റെയും അഭിമാനം, ഒരു മുസ്ലിമിൻ്റെയും രക്തം ചീന്താൻ ഇനി മുതൽ ഈ ദിവസത്തിൻ്റെ പവിത്രത മുൻനിർത്തി അത് ചീന്തപ്പെടരുത് എന്നതാണ് എൻ്റെ ആഗ്രഹമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറയുന്നുണ്ട്. അറഫ മൈതാനിയിലെ പ്രഭാഷണത്തിൽ സാമ്പത്തികം അവിടെ ചർച്ച വന്നിരുന്നു, നീതിയെക്കുറിച്ച് അവിടെ ചർച്ച വന്നിരുന്നു, സമൂഹത്തിലെ അബല വിഭാഗമെന്ന് പൊതുവെ പറയപ്പെടുന്ന സ്ത്രീ സമൂഹത്തെക്കുറിച്ചും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ കൃത്യമായ കാഴ്ചപ്പാടുകൾ അറഫ ദിവസം അത് നൽകുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ സ്ത്രീകളോട് ഏറ്റവും മാന്യമായി പെരുമാറുക, സ്ത്രീകളോട് നിങ്ങൾക്ക് ബാധ്യതയും അതേപോലെ തന്നെ അവർക്ക് നിങ്ങളോടും ബാധ്യതയുണ്ട്. നിങ്ങൾക്ക് ചില അവകാശങ്ങൾ അവരിൽ നിന്ന് ലഭിക്കാനുണ്ട്, അവർക്ക് നിങ്ങളിൽ നിന്നും ചില അവകാശങ്ങൾ ലഭിക്കാനുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ പ്രഭാഷണം സമഗ്രമായിരുന്നു എന്ന് കാണാൻ കഴിയും. റസൂലിന് ആ മണ്ണിനെക്കുറിച്ച് ബോധ്യമുണ്ട്, റസൂൽ ഊന്നി നിൽക്കുന്ന മണലിനെക്കുറിച്ച് റസൂലിന് ബോധ്യമുണ്ട്. ഏത് മണ്ണ്? ജീവനോടുകൂടി പെണ്ണിനെ കുഴിച്ചു മൂടിയിരുന്ന ഒരു മണ്ണിൽ നിന്ന് സ്ത്രീയുടെ അവകാശത്തെക്കുറിച്ച് ഘോരമായി പ്രഭാഷണം നടത്തുന്നത് ഒരു പ്രഭാഷണത്തിൻ്റെ വായ്ത്താരികൾക്കും അപ്പുറത്ത് 23 കൊല്ലത്തെ അനുഭവത്തിൽ നിന്നുകൊണ്ടായിരുന്നു. അതിൻ്റെ ഏറ്റവും സുപ്രധാനമായ ചക്രീയമായിട്ടുള്ള പ്രവർത്തനത്തിൽ നിന്നുകൊണ്ടായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞത്. ഒട്ടകത്തിൻ്റെ പുറത്തിരുന്ന് ഉർനാദേശത്ത് ഒട്ടകത്തിൻ്റെ പുറത്തിരുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്നത്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അറഫ പ്രഭാഷണം നിർവഹിക്കുന്നത് ആ ഓർമ്മയായിരിക്കണം, ആ ചരിത്ര സന്ദേശമായിരിക്കണം യഥാർത്ഥത്തിൽ അറഫാ ദിനത്തിൽ നിന്ന് നമ്മൾ ഉൾക്കൊണ്ടിരുന്നത്. ആ പ്രഭാഷണം എന്ന് പറയുന്നത് അന്ന് ഏറ്റവും വലിയ ശബ്ദത്തിനുടമയായ ആ സമൂഹത്തിലെ എല്ലാവരും കേൾക്കെ ഉച്ചത്തിൽ പറയാൻ കഴിയുന്ന ഒരു മനുഷ്യൻ റാബിഅത്ത് ബിൻ ഉമയ്യ എന്ന സഹാബിയാണ് ഓരോ കാര്യങ്ങളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ അത് ഏറ്റെടുത്ത് ലക്ഷക്കണക്കിന് മനുഷ്യരെ മൈക്കിൻ്റെ അകമ്പടിയില്ലാതെ കേൾപ്പിച്ചിരുന്നത് എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും. ഒന്ന് വിട്ടുപോവാതെ, ഒരല്പം പോലും ഒന്ന് ചോർന്നു പോവാതെ ആ സഹാബി വര്യൻ ആ മനുഷ്യ സഞ്ചയത്തിലേക്ക് അത് ഏറ്റുപറഞ്ഞു കൊടുത്തത് ഇന്നും രേഖാമൂലം സൂക്ഷിക്കപ്പെടുന്നുണ്ട് എങ്കിൽ എല്ലാ ഭരണഘടനകൾക്കും ആധുനിക സംവിധാനത്തിൻ്റെ നീതിക്രമത്തിനും അപ്പുറത്തായിരുന്നു റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ വാക്ക്. അത്രയും ബലമുള്ള, ഗാംഭീര്യമുള്ള, ആശയസമ്പുഷ്ടമായ കാര്യങ്ങളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. മനുഷ്യന് അവൻ്റെ അഭിമാനം ചിന്തൽ നിങ്ങൾക്ക് ഹറാമാണ്, അവൻ്റെ സമ്പത്ത് നിങ്ങൾക്ക് ഹറാമാണ്. മനുഷ്യൻ നിങ്ങൾക്ക് സ്വമനസാല തരുന്ന ഹദിയല്ലാത്ത എന്തും, ഏത് കയ്യേറ്റവും നിങ്ങൾക്ക് നിഷിദ്ധമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറയുകയാണ്. അവിടുന്ന് ചേർത്ത് പറഞ്ഞ ചില വാചകങ്ങളുണ്ട്. ഈ ദിവസം പോലെ, ഈ ദിനങ്ങൾ പോലെ, ഈ മണ്ണ് പോലെ, ഈ പവിത്രമായ ദേശം പോലെ നിങ്ങൾക്ക് ഒരു മുസ്ലിമിൻ്റെ രക്തം ചീന്തലും അയാളുടെ അഭിമാനം അതിന് ക്ഷതം വരുത്തലും നിങ്ങൾക്ക് നിഷിദ്ധമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. എന്തുകൊണ്ട് മുസ്ലിം ഉമ്മത്ത് അധിനിവേശ വിരുദ്ധ പോരാട്ടങ്ങളിൽ, സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ചരിത്രങ്ങളിൽ മുസ്ലിം പണ്ഡിതരും മുസ്ലിം സമൂഹത്തിലെ ആളുകളും മുസ്ലിം സമൂഹത്തിലെ വ്യക്തിത്വങ്ങളും നിറസാന്നിധ്യമായി എന്ന് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തെക്കുറിച്ച് നമ്മളത് പഠിച്ചു നോക്കൂ. ഇത്രയധികം മുസ്ലിം സമൂഹത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് സമ്പന്നമായിട്ടുള്ള എല്ലാ അധിനിവേശ ചരിത്ര പോരാട്ടങ്ങളിലും മുസ്ലിം സമൂഹത്തിൻ്റെ സാന്നിധ്യമുണ്ട്, സമരങ്ങളിൽ അവരുടെ പങ്കാളിത്തമുണ്ട്. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ നീതിയെക്കുറിച്ച്, അവകാശ ലംഘനങ്ങളെക്കുറിച്ച്, സ്ത്രീകൾക്കെതിരെയുള്ള കയ്യേറ്റങ്ങളെക്കുറിച്ച്, ഒരു നീതിക്രമമുള്ള ഒരു രാഷ്ട്രസങ്കല്പത്തെക്കുറിച്ച് ഇത്രയധികം ബോധ്യമുള്ള ഉമ്മത്ത് അറഫയിൽ നിന്ന് അവർ പഠിച്ച ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അധിനിവേശ വിരുദ്ധ പോരാട്ടങ്ങളിൽ മുസ്ലിം ഉമ്മത്ത് നിറസാന്നിധ്യമായത് എന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങൾ നമ്മൾ തിരിച്ചറിയേണ്ടുന്ന വലിയൊരു പാഠമാണ്. വേറെ ഒരാളുടെയും ഭരണത്തിൻ്റെ കീഴിലോ കാൽ കീഴിലോ ഞങ്ങളുടെ അഭിമാനത്തെ ഞങ്ങൾ കൊണ്ടുവയ്ക്കില്ല എന്ന നിശ്ചയദാർഢ്യം, ഒരു ചാണകത്തിലും ഞങ്ങൾ ചവിട്ടില്ല എന്ന നിശ്ചയദാർഢ്യം ആ ഉമ്മത്തിന് എവിടെ ലഭിച്ചു എന്ന് ചോദിച്ചാൽ അത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരാൾക്കും കീഴ്പ്പെടാൻ, റബ്ബിനല്ലാതെ ഒരു ക്രമങ്ങൾക്കും കീഴ്പ്പെടാൻ ഞങ്ങൾ തയ്യാറല്ല.
എന്ന വലിയ പ്രഖ്യാപനത്തിൽ നിന്നാണ് എന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഏതെങ്കിലും നിരപരാധികളെ വേട്ടയാടപ്പെടുമ്പോൾ അവിടെ മുസ്ലിം ഉമ്മത്ത് മുന്നിൽ നിൽക്കുന്നത് അവകാശ ലംഘനത്തെക്കുറിച്ച്, അത് ലംഘിക്കപ്പെടുന്നതിൻ്റെ ഗൗരവത്തെക്കുറിച്ച് ബോധ്യമുള്ളത് കൊണ്ടാണ് മുസ്ലിം ഉമ്മത്ത് അതിൻ്റെ മുമ്പിൽ നിൽക്കുന്നത് എന്ന് കാണാൻ കഴിയും. നമ്മുടെ രാജ്യമെന്ന് പറയുന്നത് ഓരോ 6 മണിക്കൂറിനിടയിലും അനേകായിരം സ്ത്രീ പീഡനങ്ങൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്ന ഒരു രാജ്യത്ത് നിന്നുകൊണ്ടാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അറഫയിലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്ത്രീകൾക്കെതിരായിട്ടുള്ള കയ്യേറ്റത്തെക്കുറിച്ചുള്ള അവിടുന്ന് ഹജ്ജത്തുൽ വദായിലെ പ്രഭാഷണത്തെ നമ്മൾ കേൾക്കേണ്ടുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബാക്കളെ വിളിച്ചിട്ട് പറയുന്ന ഒരു വർത്തമാനമുണ്ട്. ഹീറ എന്ന പ്രദേശത്ത് നിന്ന് ഒരു പെൺകുട്ടിക്ക് കാബാലയത്തിലേക്ക്, പേർഷ്യയിൽ നിന്നൊരു പെൺകുട്ടിക്ക് കാബാലയത്തിൽ വന്ന് ഒരാളെയും ഭയപ്പെടാതെ തവാഫ് ചെയ്തിട്ട് സ്വസ്ഥസുന്ദരമായി തിരിച്ചു പോകാൻ കഴിയുന്ന ഒരു നിർഭയത്വത്തിൻ്റെ അന്തരീക്ഷമാണ് 23 വർഷം കൊണ്ട് ഞാനിവിടെ പണിതത്. അല്ലാഹുമ്മ ഷ്ഹദ്, പടച്ചവനെ നീ അതിന് സാക്ഷ്യം വഹിക്കണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറഫാ ദിനത്തിൽ അവിടുന്ന് പ്രഖ്യാപിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. സ്ത്രീയും പുരുഷനും സംഘർഷങ്ങളുടെ ജീവിതം നയിക്കൽ അല്ല യഥാർത്ഥത്തിൽ വേണ്ടത് എന്ന് റസൂൽ എത്രയോ തവണ ഉദ്ഘോഷിച്ചിട്ടുണ്ട്. ആധുനിക ഫെമിനിസത്തിൻ്റെ അടയാളം എന്ന് പറയുന്നത് സ്ത്രീ പുരുഷനെ പോലെ ആവുക എന്നതാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ സ്ത്രീ പുരുഷൻ്റെ അവകാശങ്ങളെക്കുറിച്ച് പറഞ്ഞെടുത്ത് പാരസ്പര്യത്തെക്കുറിച്ചാണ്, സ്ത്രീ പുരുഷ പാരസ്പര്യത്തെക്കുറിച്ചാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇന്ന് ഫെമിനിസത്തിൻ്റെ പേരിൽ സംഘർഷങ്ങൾ ഉണ്ടാവുന്നുവെങ്കിൽ യഥാർത്ഥത്തിൽ അതിൻ്റെ ആശയങ്ങൾ എവിടെ നിന്നാണ് എന്നതിനെക്കുറിച്ച് നമുക്ക് നല്ല ബോധ്യമുണ്ട്. യഥാർത്ഥത്തിൽ അവകാശങ്ങളും ബാധ്യതകളും പരസ്പരം ബോധ്യപ്പെട്ട് സമാധാനത്തോടുകൂടി സംഘർഷരഹിതമായിട്ടാണ് സ്ത്രീയും പുരുഷനും ജീവിക്കേണ്ടത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. മനുഷ്യാവകാശങ്ങൾ ഇത്രയധികം പ്രഖ്യാപിക്കപ്പെട്ട ഒരു ദിനം അറഫ ദിനം പോലെ ഇല്ല. മനുഷ്യാവകാശങ്ങളെക്കുറിച്ച് ഇത്രയധികം ഉദ്ഘോഷിക്കപ്പെട്ട ഒരു ദിനം അറഫ ദിനം പോലെ ഇല്ല. അതുകൊണ്ടാണ് മനുഷ്യന് സുജൂദ് ചെയ്യാൻ വിസമ്മതിച്ച് പിശാച് നാണം കെട്ടു നിൽക്കുന്ന സുദിനം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞത്. കറുത്തവന് വെളുത്തവനേക്കാൾ, അറബിക്ക് അനറബിയേക്കാൾ ഒരു പ്രത്യേകതയുമില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകതയുണ്ടെങ്കിൽ നിങ്ങളുടെ മാന്യതയുടെ അടയാളം പടച്ചറബിൻ്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്നത് ഇല്ലാ ബിത്തഖ്വ, തഖ്വ കൊണ്ട് മാത്രമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതും കൂടി അടയാളപ്പെടുത്തുന്നുണ്ട്. നിങ്ങളുടെ നേതാവ് കറുത്ത ജടപിടിച്ച മുടി ചുരുണ്ട മനുഷ്യനാണെങ്കിലും അയാൾ അക്രമം കാണിക്കാത്തിടത്തോളം കാലം നിങ്ങൾ അയാളെ പ്രത്യേകമായി അനുസരിക്കുകയും കീഴ്പ്പെടുകയും അയാളുടെ നിയന്ത്രണത്തിനുള്ളിൽ നിൽക്കുകയും ചെയ്യണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിക്കുന്നുണ്ട്. മഹാനായ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു തആല അൻഹുവിനെ കഅബയുടെ സമീപത്ത് നിന്നിട്ട് ചേർത്ത് നിന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ മനുഷ്യ സഞ്ചയത്തോട് പറയുന്ന ഒരു വർത്തമാനമുണ്ട്. ബിലാലുൻ ബിന്നി, ബിലാൽ എന്നിൽപ്പെട്ടവനാണ്, ഞാൻ ബിലാലിലും പെട്ടവനാണ്. ആരെയെങ്കിലും ബിലാലിനെ ദ്രോഹിച്ചാൽ അവൻ എന്നെ ദ്രോഹിക്കുന്നവനെ പോലെയാണ് എന്ന് പരിശുദ്ധ കഅബാലയത്തിൻ്റെ സമീപത്ത് നിന്ന് ആദരിക്കപ്പെടുന്ന ഒരു കെട്ടിടത്തിൻ്റെ ചുവട്ടിൽ നിന്ന് ബിലാലിനെ ചേർത്ത് പിടിച്ച് റസൂലിനത് പറയണമെങ്കിൽ വർണ്ണവെറിയെ അവിടുന്ന് കഴുത്തു ഞെരിച്ച് കൊല്ലുകയായിരുന്നുവെന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാം തിരിച്ചറിയേണ്ടതുണ്ട്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബാക്കൾ ആ നിലയിൽ രൂപപ്പെട്ടു. വഹ്ഷിയോട് ഒരിക്കൽ ബിലാൽ പറയുന്നുണ്ട്, കറുത്തവനെ ചേർത്തു നിർത്തുന്നവനാണ് എൻ്റെ പ്രവാചകൻ എന്ന്. ആ സമയത്ത് വഹ്ഷി തൻ്റെ ശരീരത്തിൽ തൻ്റെ കൈ പിടിച്ചിട്ട് അതിൽ പിച്ചിയിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, എൻ്റെയും നിൻ്റെയും തൊലിയുടെ നിറം കറുപ്പാണ്, ആ കറുപ്പിനെ ചേർത്ത് നിർത്തുന്ന ഒരു പ്രവാചകനോ ഈ മക്കയുടെ നാട്ടിൽ അത് അപരിചിതമാണ്, അങ്ങനെയൊരു പ്രവാചകനുണ്ടോ എന്ന് അദ്ദേഹം അത്ഭുതപ്പെടുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 23 വർഷത്തെ വർണ്ണവെറിയെ വലിച്ചെറിഞ്ഞ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും സുപ്രധാനമായ പ്രഖ്യാപനമാണ് യൗമ അറഫയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. നമുക്കറിയാം, അധികാരം കെട്ടിക്കഴിയുമ്പോൾ ജാടകളുടെയും അധികാരം കെട്ടിക്കഴിയുമ്പോൾ നാവിലും സംസാരത്തിലും സ്വഭാവത്തിലും വസ്ത്രത്തിലും പോലും മാറ്റം കാണപ്പെടുന്ന ഭരണാധികാരികളുടെ കാലത്ത് സ്വഭാവം മാറുന്നതിനനുസരിച്ച് കോട്ട് മാറുകയും കോട്ട് മാറുന്നതനുസരിച്ച് സ്വഭാവം മാറുകയും ചെയ്യുന്ന ഭരണാധികാരികളുടെ കാലത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിനയാന്വിതനായിട്ടാണ് പ്രഖ്യാപനം നടത്തുന്നത്. ഒരു മൻ കി ബാത്തിനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജാടകളുടെ ഒരു മൻ കി ബാത്തിനും റസൂൽ ഇവിടെ നിന്നുകൊടുത്തില്ല. ഒട്ടകത്തിൻ്റെ ചീഞ്ഞെളിഞ്ഞ കുടൽമാല എൻ്റെ തലയിൽ കൊണ്ടിട്ടിരുന്നു ഒരു നാൾ എന്ന ഓർമ്മകൾ പേറിക്കൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒർണ താഴ്വരയിൽ ഒട്ടകപ്പുറത്ത് തലകുനിച്ചിരുന്ന് ആ വലിയ പ്രഭാഷണം അവിടുന്ന് നിർവഹിക്കുന്നത് എന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് കാണാൻ കഴിയും. വലിയ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൻ്റെ ദിനമായിരുന്നു അറഫ ദിനം. നവലോക ക്രമം ഏറ്റവും നിർഭയത്വത്തിൽ
ഈ രാജ്യം പുലരേണ്ടതുണ്ട് എന്നതിൻ്റെ വലിയ സാധ്യതകളായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ വലിയ സമവാക്യങ്ങളായി അവിടെ പറഞ്ഞു വെച്ചത്. അറഫാ ദിനത്തെ ആ നിലയിൽ ഓർത്തെടുക്കുവാനും അറഫാ ദിനത്തിൻ്റെ ദിനരാത്രങ്ങളിൽ ഏറ്റവും നല്ല നിലയിൽ ഇബാദത്തുകൾ അനുഷ്ഠിച്ചുകൊണ്ട് ഏറ്റവും നല്ല തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് അറഫാ ദിനം അത് പിൻകഴിഞ്ഞ പാപങ്ങൾ പൊറുപ്പിക്കപ്പെടുമെന്ന് റസൂൽ പറഞ്ഞതിൻ്റെ ഉദ്ദേശം കൂടി അതാണ്. ഏറ്റവും നല്ല തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് നവലോകക്രമത്തിലെ നീതിക്ക് വേണ്ടി, അവിടെ തകർക്കപ്പെടുന്ന സത്യത്തിനു വേണ്ടി, അതൊക്കെയും ഏറ്റവും നല്ല നിലയിലുള്ള നിർഭയത്വമായ രാജ്യത്തിൻ്റെ അതിൻ്റെ പൂർത്തീകരണത്തിനും നിർമ്മാണത്തിനും വേണ്ടി പണിയെടുക്കുക എന്ന നീയത്ത് കൂടി അതിലുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല അറഫാ ദിനത്തെ ഏറ്റവും നല്ല നിലയിൽ ഉപയോഗപ്പെടുത്തുവാനും ദുൽഹജ്ജിലെ ആദ്യ ദിനങ്ങൾ അത് അവസാനിച്ചുകൊണ്ടിരിക്കുകയാണ്, ഏറ്റവും നല്ല നിലയിൽ അതിനെ പ്രയോജനപ്പെടുത്തുവാനും റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതിൻ്റെ സന്ദേശങ്ങൾ ഉൾക്കൊള്ളുവാൻ റബ്ബ് നമ്മെ സഹായിക്കുമാറാവട്ടെ. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.